ഓണത്തിനുള്ള ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഭയങ്കര എന്താ പറയുക വിഷമത്തിലാണ് കേട്ടോ ഈ ഒരു ഓണം ഷോപ്പിംഗ് വീഡിയോ. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ചില സമയത്തൊക്കെ പറയാറില്ലേ പ്ലാൻ ചെയ്ത പോലെയൊന്നും നടക്കാറില്ല എന്ന്. അതാണ് ഇപ്പോഴും സത്യത്തിലായത്. എന്തെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എന്താ പറയുക നമ്മുടെ ഓണം ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ രാത്രിയിൽ ചേട്ടനൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു സമയത്ത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. അപ്പം നമ്മൾ ഏകദേശം പോയി ആകുമ്പോഴേക്കും അവിടെ കടയൊക്കെ ഒന്ന് ഷട്ടറൊക്കെ താത്തിരുന്നു. പിന്നെ നമ്മൾ ഡെയിലി പോകുന്ന എന്താ പറയുക കസ്റ്റമറൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ കയറിക്കോളൂ എന്ന്. കാരണം ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് ഈ ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ് പിന്നെ എന്തായാലും ഉണ്ട്. അപ്പോൾ ഓരോന്ന് എടുത്ത് അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ പറയാം, അമ്മയ്ക്ക് ഒരു ബാഗില്ലേ, ഇതുപോലത്തെ ഒരു ബാഗില്ലേ, പിന്നെ എന്തിനാ എടുത്ത് നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ചേട്ടൻ ഇങ്ങനെ സമ്മതിക്കേ, എന്നോട് എറി നോക്കിക്കോ നിനക്ക് പിന്നെ അതെവിടെ പോയാലും ഉള്ള സ്വഭാവമല്ലേ എന്ന് പറയും. കാരണം എൻ്റെ സ്വഭാവം അറിയാം, എന്ത് പറഞ്ഞാലും എന്നെ പിന്നെയും വിളിച്ചു കൊണ്ടുപോയിട്ട് നോക്കിക്കോ എന്ന് പറയും. അങ്ങനെ എല്ലാ ഏകദേശം ഡ്രസ്സുകളൊക്കെ ഒരു ഡ്രസ്സ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതും മനസ്സോട് കൂടിയിട്ടാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കിനി വേറൊരു കട കയറാൻ പറ്റില്ല, സമയമില്ല, ഇനിയിപ്പോൾ നാളെ നിന്ന് നമുക്ക് പോകാൻ പറ്റില്ല. സാഹചര്യമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്ത് കേട്ടോ. പിന്നെ പെണ്ണുങ്ങളല്ലേ കാണുമ്പോൾ ഇപ്പം ഞാൻ കുഞ്ഞൂസിനോടൊന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് എടുക്കണേന്ന്. അപ്പോൾ അവൻ എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും പിള്ളേർക്ക് മടുപ്പാണ്. പിള്ളേരും പറയാണ് മതിയമ്മ ഒരെണ്ണം എടുത്താൽ മതി. ഞാൻ പറഞ്ഞ് എടുക്കുന്നൊന്നുമില്ല, ഏതായാലും നമ്മൾ കയറിയതില്ല. പക്ഷെ നല്ല കളക്ഷൻസാണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ഇസിബയിലാണ്. ഞങ്ങൾ കൂടുതൽ ഏകദേശമൊക്കെ ഞാൻ പോകുന്നത് ഇസിബയിലാണ്. നല്ല നല്ല കളക്ഷൻസാണ് അത്. പക്ഷെ അത്ര അധികമൊന്നും അവിടെ നിൽക്കത്തില്ല, പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. പക്ഷേ എങ്കിലും വരുന്ന കളക്ഷൻസൊക്കെ സൂപ്പറാണ്. അതുപോലെ പിള്ളേരതൊക്കെ വെച്ചാൽ ഭയങ്കര എന്താ പറയുക വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ കുഞ്ഞൂസിന് നോക്കിയിട്ട് ലാസ്റ്റ് ക്ഷമ കെട്ടിട്ട് ഒരു 2 എണ്ണം എടുത്ത് കേട്ടോ. കാരണം ഇവർക്ക് പിള്ളേർക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങുന്നതായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ നാട്ടിലത്തെ ആ ഓണത്തിൻ്റെ ആ ഒരു വൈബൊന്നും നമുക്ക് ഇവിടെ ആ ഒരു ഡ്രസ്സിന് കിട്ടുന്നില്ല കേട്ടോ. അത് എത്ര എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ്. കാരണം നാട്ടിലെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മലയാളിയാണെങ്കിൽ ആ ഒറ്റൊരു മലയാളി മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. അതൊരു ഭയങ്കര ഒരു ഇതാണ്. കാരണം അപ്പം അതുകൊണ്ട് നമുക്ക് ഓണമാണോ വിഷു ആണോ അങ്ങനെയൊന്നും ഒരു ഇത് തോന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം അതിനുള്ളിൽ കറങ്ങി കേട്ടോ. പക്ഷേ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പെട്ടെന്ന് നോക്കൂ എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ പറയും നമ്മൾ ഡെയിലി കസ്റ്റമറല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ പറയില്ല മേഡം നിങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പിള്ളേരും ഇങ്ങനെ അത് നോക്കുന്നു ഇത് നോക്കുന്നു. അപ്പോൾ മണിക്കുട്ടിയുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഓണത്തിനൊന്നും പറ്റിയതായിട്ടില്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് മന്ത്ലി എന്ന് വെച്ചാൽ കളർ ഡ്രസ്സ് എന്തായാലും ഇടണം. മണിക്കുട്ടിക്കൊക്കെ എല്ലാ ഫ്രൈഡേയും കളർ ഡ്രസ്സാണ്. പിന്നെ എന്തായാലും ആവശ്യമില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മാത്രമേ മണിക്കുട്ടിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊരു എന്താ പറയുക ഒരു മോഡേൺ ആയിട്ടുള്ളതെന്ന് പറയാം. അതും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അവിടെ നോക്കിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും പിന്നെ കുഴപ്പമില്ല, പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാനൊരു ഓണം ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കിതുപോലെ വീഡിയോസൊക്കെ എടുത്തു തരണം. അപ്പോൾ പറഞ്ഞു ഓക്കെ സെറ്റ്. പക്ഷേ എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ ഇതാ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ തന്നെ അവർ ഷട്ടറൊക്കെ ക്ലോസ് ആക്കി കേട്ടോ. നല്ല കസ്റ്റമൈസ്ഡ് ആണ് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ടൊരു കടയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി നമ്മുടെ ഇഷ്ടത്തിന് വരണം. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോയാൽ ഉണ്ട് കുറേ ഷോപ്പുകൾ. എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ എടുത്തു തരും. ഇത് ഇഷ്ടപ്പെട്ടോ മേഡം, ഇതെടുത്തോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് മനസ്സിനിണങ്ങിയത് എടുക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കയറി ചെല്ലണം. PCBI ഒക്കെ അങ്ങനെയാണ്. അങ്ങനെ എന്താ പറയുക, അവർ നമ്മുടെ പിറകെ വന്നു അതെടുക്കൂ ഇതെടുക്കൂ എന്നൊന്നും പറയത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ മലയാളി ഹോട്ടലാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചെറിയൊരു കുഞ്ഞു ഷോപ്പിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മൾ സ്വാതിന്ന് ഇതാണ് മലയാളി ഹോട്ടൽ, ഇവിടുന്ന് ഫുഡും വാങ്ങി അങ്ങ്